അമ്മേ, അമ്മേ. സീതേ, ഇവിടെ ആരും ഇല്ലേ? അമ്മാവൻ അമ്മാവൻ എന്താ അവിടെ തന്നെ നിന്നത്? കയറിയിരിക്കും. ഇവനെ കേട്ട് വലുതായല്ലോ സീതേ. മോനും കേടുവാ. ഒരു മിഠായി വാങ്ങിത്തരാന്ന് വിചാരിച്ച കാശില്ലല്ലോ മോനെ കയ്യില്. അമ്മാവൻ പാപ്പരാ. അയ്യോ, മിഠായി തിന്നതെന്ന് അവന്റെ പല്ലെല്ലാം പൊഴുത്തിരിക്കുക. കുട്ടിയല്ലേ സീതേ, പണ്ട് നിനക്ക് മിഠായി കിട്ടിയില്ലെങ്കിൽ വാശി പിടിച്ചിരുന്നൊക്കെ നീ മറന്നുപോയോ? എന്താ അമ്മാവ വിശേഷിച്ച്? ഇവിടേക്കായി വന്നതല്ല, ഇതിനടുത്തൊരാളെ കാണാൻ വന്നതാ. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ മകനെ. ഒരുപാട് നേരം കാത്തിരുന്നു, കാണാൻ പറ്റിയില്ല, തിരക്കായിരിക്കും. കൂട്ടത്തിൽ നിന്നെ ഒന്ന് കണ്ട് മടങ്ങാന്ന് വിചാരിച്ചു. പിന്നെ നീ അറിഞ്ഞോ, തറവാട് വിൽക്കാനുള്ള ശ്രമത്തിലാപ്പോ നിന്റെ ചേട്ടന്മാരെ. അവരവിടെ താമസിക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അവർക്ക് തറവാടിന്റെ ആവശ്യമില്ലല്ലോ. നിനക്കുള്ള ഓഹരി നീ ചോദിച്ചു വാങ്ങണമെന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാ അമ്മാവ? അമ്മയുടെ മരണശേഷം തറവാട്ടി പോയി എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് അമ്മാവന് ഓർമ്മയില്ലേ? പിന്നെ സ്വത്ത് അതവരെടുത്തോട്ടെ. അവർക്കാണല്ലോ സ്നേഹത്തെക്കാൾ പണത്തിന് ആവശ്യം. ഞാൻ അറിഞ്ഞത് പറഞ്ഞേ ഉള്ളൂ, പിന്നെ നിന്റെ ഇഷ്ടം. എന്നാ ഞാൻ ഇറങ്ങട്ടെ, വൈകിയ ബസ് കിട്ടില്ല. ഇന്ന് തന്നെ പോണം, നാളെ പോയാ പോരെ അമ്മാവന്? അയ്യോ, എത്ര വൈകിയാലും വീട്ടിലെത്തൂന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നിരിക്കണത്. അമ്മാവനൊന്ന് നിൽക്കൂ. നന്നായി പഠിക്കണുണ്ടോ? നന്നായി പഠിക്കണോട്ടോ. അച്ഛനും അമ്മയ്ക്കും നീ മാത്രമേ ഉള്ളൂ. ഇത് വെച്ചോളൂ. കാശിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നിന്നോട് എങ്ങനെ ചോദിക്കാന്ന് വെച്ചിട്ടാ. ഒന്നും സാരമില്ല, അമ്മാവന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാലോ. എന്നാ പോട്ടെ അപ്പു. നീ ഒന്നും പറയണ്ട, ഉണ്ടാതിരുന്നോ അവിടെ. നിനക്ക് വേണോടാ ഇങ്ങനെ ഒരു പെങ്ങളെ? കണ്ടോ, അവനും വേണ്ട. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങളെയൊക്കെ വളർത്താൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ആ കഷ്ടപ്പാട് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇവനെ വേണ്ടാന്ന് വെച്ച് വീടിനകത്തേക്ക് കയറിപ്പോ. അതല്ല, ഇവന്റെ കൂടെ പോയേ പറ്റുന്നതാണെങ്കിൽ ആവശ്യം കഴിഞ്ഞ് ഇവനെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാൽ ഈ കുടുംബത്തിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കില്ല. കാരണം ഒരു എവിടെയെങ്കിലും വലിച്ചെറിയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും. എന്റെ ഭാര്യയെ കൂടെ താമസിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, ചോറ് തന്നിട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കില്ല ഞാൻ. ഞാനൊരാണാ, നിങ്ങളെക്കാൾ ദേഷ്യം പ്രകടിപ്പിക്കാൻ എനിക്കറിയാം. സീതേ, നിനക്ക് എന്ത് വേണമെന്ന് എന്താ അമ്മേ? ഒന്നുമില്ല. ഹലോ, ഹലോ. ഹലോ, സീതല്ലേ? അതെ, ആര്? ഞാൻ ആനന്ദ. ആ, എന്താ? അത് ഞാൻ പറയുന്നത് കേട്ട്. എന്ത്? സുഖു. ആ, സുഖേട്ടന്
എന്തു പറ്റി? സുഖം നമ്മളെ വിട്ടു പോയി. നല്ലതായിരുന്നു. അയ്യോ. സംഭവം മെമ്പറെ ബോംബെന്ന് വിളിച്ചപ്പോഴാ കാര്യങ്ങൾ അറിയണത്. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ബന്ധുക്കളാരെങ്കിലും അറിയിച്ചായിരുന്നു? അവർക്ക് ബന്ധുക്കളായിട്ട് അങ്ങനെ ആരും ഇല്ല എന്നാണ് അറിവ്. കയറ്റിക്കോളൂ. പറഞ്ഞിട്ട് പ്രകൃതി പകരുവാൻ മൂലമെന്തെന്നു കൈകേയി ജയ ജയ സന്തതം എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണീക്കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കര ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്തം നിവർത്തന
Ha ha ha!